എല്ലാം നിറയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വലിയ പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. മരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യമല്ലല്ലോ, നിത്യതയിലേക്കുള്ള ഒരു പിറവി മാത്രമാണല്ലോ. നിന്റെ മകൻ കർത്താവിനോട് കൂടെ നിത്യതയിൽ യാത്ര ചെയ്തിരിക്കുകയാണല്ലോ. കർത്താവെ, ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം ക്രിസ്തുയേശുവിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞ വചനം കൊണ്ട് നിങ്ങൾ ആശ്വസിച്ചു കൊള്ളണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സഭ ആ കൂട്ടത്തിൽ തൻ്റെ ദാസനെയും കാണും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവെ. അതുകൊണ്ട് ഞങ്ങളും ആ പ്രത്യാശയോടെ ജീവിപ്പാൻ പ്രിയാണ്ടിക്കും മക്കൾക്കും ഞങ്ങൾക്ക് ഇടവയ്ക്കും തന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ശുശ്രൂഷയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇരുന്നോണം, എല്ലാം അവിടുത്തെ മഹത്വത്തിനായിട്ട് ഭവിച്ചോണം. എല്ലാ സമസ്ത കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെക്കാൾ ദൈവത്തിന് അത് പ്രാധാന്യമുള്ളതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഭൂമിയിലെ ശുശ്രൂഷ ഏറ്റവും മനോഹരമായിരിക്കാൻ, ദൈവത്തിന് മഹത്വകരമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയൊക്കെ തക്ക സമയത്ത് വരാനുള്ളവരൊക്കെ തക്ക സമയത്ത് വന്ന് നിന്റെ മകനോട് നല്ല ഒരു യാത്രയിൽ കൊടുക്കുവാൻ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് പുലർക്കാല പുലരിയിൽ കാണാമെന്നുള്ള പ്രത്യാശയോട് താവേ യാത്ര പറയുവാൻ എല്ലാവർക്കും ഇടയാക്കണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് അവരുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതുവരെയും നടത്തിയ ദൈവം അതേ തുടർന്നും ഈ ശുശ്രൂഷകളിലും തുടർന്ന് ഈ ഭവനത്തോടും പ്രിയാനിയോടും അതേ കൂടെ ഇരിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ രക്ഷിച്ചു കൊള്ളണേ. ഇവിടെ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധമായ സംസർഗവും സഹവാസവും പ്രിയരെ നാം എവരോടും ഈ ഭവനത്തിലും നടക്കേണ്ട ശുശ്രൂഷ മേലും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമീൻ. കുശവൻ കയ്യിൽ കളിമൺ പോൽ, കുശവൻ കയ്യിൽ കളിമൺ പോൽ, ഗുരുവേ എന്നെ നൽകിടുന്നേ അൻപിൻ രൂപി യേശുനാഥ. നിന്നിഷ്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, പ്രിയ അച്ചമ്മസാറിൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് മഹത്വം കയറ്റുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിരാശപ്പെടുവാനും സങ്കടപ്പെടുവാനുമല്ല, ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ഒരു മനോഹരമായ ജീവിതം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. മണ്ണിൽ നിന്ന് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി പ്രാണൻ്റെ പങ്ക് തന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, നിങ്ങളുടെ രക്ഷയുടെ അനുഭവത്തിലേക്കും ദൈവരാജ്യത്തിൻ്റെ അനുഭവ പദവിയിലേക്ക് ഉയർത്തുന്ന ദൈവമാണല്ലോ. ആയുസ്സിൻ്റെ നീളത്തിനൊപ്പിച്ച് നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ചില നിയോഗങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനായി ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത രംഗങ്ങളായി തീരുവാനൊക്കെ ഞങ്ങൾക്കിടയാക്കാൻ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം എൻ്റെ കൃപയിൽ നിയോഗങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങി വരിക എന്ന വിളി കേട്ട് അക്കരയ്ക്ക് ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ചമ്മസാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു കർത്താവേ. നിൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം നിന്നിലാണെങ്കിൽ നിന്നിലാണല്ലോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ജീവിതം നിൻ്റെ നാമ മഹത്വത്തിനായി തീർന്നല്ലോ. ദൈവനമ്പുരാനെ, നിൻ്റെ മകൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്കൊക്കെ, ഈ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങളുടെ ഈ ഇടവയ്ക്കും ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ ഭദ്രാസനത്തിനും ഒക്കെ ലഭിച്ച വിലപ്പെട്ട സേവനങ്ങളെ ഓർത്ത് ഞങ്ങൾ അതിനെ വാഴ്ത്തുന്നു. അനേകരെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും
തനിക്ക് ലഭിച്ചിരിച്ച കഴിവുകളും ശേഷിയും ശേമുഷിയും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കുവാനും ചെലവാക്കപ്പെടുവാനും നിന്റെ മോന് കൊടുത്ത പ്രാപ്തിയെ ഓർത്ത്, മനസ്സിനെ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല കൈത്താങ്ങൾ നൽകുവാൻ നിന്റെ മോനെ ദൈവം ഇവരെ അടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലോ. മക്കളെയൊക്കെ വളർത്തി വലുതാക്കുവാൻ, അവരുടെ ഭാവിയും പേരക്കിടാങ്ങളുടെ ജീവിത രംഗങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നിന്റെ മോനെ സഹായിച്ചല്ലോ. ശാരീരികമായ ക്ഷീണതയിലും അവശതയിലുമൊക്കെ ആയപ്പോൾ ശുശ്രൂഷിക്കുവാൻ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരിക്കൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകൻ പ്രിയം വെച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ മകൻ എടുക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിരാശയ്ക്ക് അവകാശമില്ലല്ലോ. മനോഹരമായൊരു ജീവിതം, നല്ല പൊരുത ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുടങ്ങി വന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളും ഈ പാതയിലൂടെ നിന്റെ മകൻ്റെ ജീവിത മാതൃകളെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പിതാവ് കാണിച്ച നല്ല മാതൃകളെ നിൻ്റെ മക്കളും ഏറ്റെടുത്ത് സ്നേഹത്തിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നിൻ്റെ മക്കളെയൊക്കെ ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, ഏറ്റവും അനുഗ്രഹപ്രദമായ വിധത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് അളിച്ചത് കർത്താവ്, ഞങ്ങൾക്കൊരു മരണമല്ല, അതിനപ്പുറത്തൊരു ഉയർത്തുനിൽപ്പ് തന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. നീ ഉയർത്തുന്നിട്ടിരിക്കുന്നതിനാൽ ഞങ്ങളും ഉയർപ്പിൻ്റെ അനുഭവത്തിലായിത്തീരുന്നു. നീ ജീവൻ്റെ ഉറവിടമാണ്, സമൃദ്ധിയായ ജീവൻ ഞങ്ങൾക്ക് തരുന്നു. ആ ജീവൻ്റെ ഓഹരിക്കാരായി മുന്നോട്ട് പോകുവാൻ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ സഹായിക്കണമേ. ജീവനുള്ളപ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി രക്ഷയുടെ അനുഭവക്കാരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ നീ ഒരുക്കണം, ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളും ഒരു നാൾ ഇതുപോലെ മരണത്തെ നേരിടേണ്ടതാണ്. മരണത്തെ നേരിടുമ്പോൾ ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിക്കുവാൻ, മരണത്തെ ചോദ്യം ചെയ്യുവാൻ, മരണത്തെ ജയിക്കുവാൻ കർത്താവെ നിന്റെ കരങ്ങൾ ഇപ്പോഴേ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ നീ സഹായിക്കണമേ. ഒരു നാൾ മരണം വഴിയായി ഞങ്ങൾ അക്കരയ്ക്ക് വരുമ്പോൾ ഞങ്ങളെ കാണുവാനായി സ്വീകരണ സംഘത്തോടെ കർത്താവിനോട് ചേർന്ന് പ്രിയപ്പെട്ട അച്ചമ്മൻ സാർ കാണും എന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിരക്കൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹത്തിനായി യാചിക്കുന്നു. കർത്താവെ, പല ഭാഗങ്ങളിൽ ആളുകൾ വന്നുചേരേണ്ടതുണ്ട്. ഭവനത്തിലെ ശുശ്രൂഷയും ദേവാലയത്തിലെ ശുശ്രൂഷയും തക്ക സമയത്ത് നടക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്നുചേർന്ന് വന്ന് ഹല്ലേലൂയ പാടിക്കൊണ്ട് നിന്റെ മനോഹരമായ ഒരു യാത്ര ഇപ്പം നൽകുവാൻ കർത്താവ് സഹായിക്കണം. അതിന് പ്രിയപ്പെട്ട വികാരി അച്ഛനെയും മറ്റ് പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ ഭവനത്തെ പ്രത്യേകം സൂക്ഷിക്കണം. ഈ പാതവക്കിൽ ഈ ഭവനം ഒരു സാക്ഷി കൂടാരമായി തുടർന്നും നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. മരണം എന്നത് ഏറ്റവും ദുഃഖകരവും പ്രയാസകരവുമായുള്ള ഒരു സന്ദർഭമാണല്ലോ. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളുടെ പ്രിയപ്പെട്ടവർ മരണം മുഖേന നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ നമുക്ക് വേദനയുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ
നിരാശയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായും ദൈവിക വിശ്വാസത്തിനും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവരവർക്ക് അവരവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായുള്ള വേദന മറ്റുള്ള ആളുകൾക്ക് അത് ഉണ്ടാകുകയില്ല. മരണം നമ്മളെ രണ്ട് കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. ഒന്ന്, ഈ ലോക ജീവിതം പ്രധാനപ്പെട്ടതാകുന്നുവെന്നും അതുകൊണ്ട് ഈ ലോക ജീവിതത്തെ വളരെ ഗൗരവമായി കാണുന്നു. This life is important and it should be taken very seriously. ഇന്ന് വളരെ ലാഘവത്തോടുകൂടെ ജീവിതത്തെ കാണുന്ന മനുഷ്യ സമൂഹമാണ്. ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ വെറും കോണ്ടാക്റ്റുകൾക്ക് സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്ന തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കോണ്ടാക്റ്റുകൾ നമുക്കുണ്ടെങ്കിലും ബന്ധങ്ങൾ വളരെ കുറവാണ്. ദൂരെ അകലെ നിന്നുള്ള ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും, എന്നാൽ ആ ബന്ധങ്ങളിൽ ആ കോണ്ടാക്റ്റുകളൊന്നും തന്നെ യാതൊരു ആത്മാർത്ഥതയോ അതിനകത്ത് ഒരു സുതാര്യതയോ ഇല്ലാത്ത ബന്ധങ്ങളാണ്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കോണ്ടാക്റ്റുകൾ വർദ്ധിച്ച് മാനസിക അസ്വസ്ഥരായി കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമുള്ളവരായി വളരെയധികം ആളുകളെ ഞാൻ അഭിമുഖീകരിക്കാറുണ്ട്. നമ്മുടെ മുൻ തലമുറയെ കുറിച്ച് ഓർക്കുമ്പോൾ അവരൊന്നും കോണ്ടാക്റ്റുകൾക്കല്ല സ്ഥാനം നൽകിയിരുന്നത്, ബന്ധങ്ങൾക്കാണ് സ്ഥാനം നൽകിയത്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പിതാവും പ്രിയപ്പെട്ട അച്ഛൻ വളരെ സുഹൃത്തുക്കളായിരുന്നു. ഒരു കുടുംബ ബന്ധം എന്നതിനേക്കാൾ ഉപരി അന്ന് ഒരു സ്നേഹബന്ധമായിരുന്നു നയിച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മാതാവും ഉണ്ണിക്കൊച്ചിനും തമ്മിൽ വളരെയധികം അടുപ്പമുള്ളവരാണ്. ഇന്നത്തെ തലമുറയാകുന്നുവെങ്കിൽ കോണ്ടാക്റ്റുകൾ പോലും ഇല്ല, അതിന് സമയമില്ല, താല്പര്യമുണ്ടായിരിക്കാം, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും അത് വളരെ ഗൗരവമുള്ളതായി കാണണമെന്നുമാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമ, അത് വായിച്ച് അങ്ങ് പോകും. 5 കന്യകമാർ ബുദ്ധിയുള്ളവരാണെന്നും 5 കന്യകമാർ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് വായിക്കുമ്പോൾ അതിനകത്ത് ബുദ്ധി എന്ന് കൊടുത്തിരിക്കുന്നത് വൈസ് എന്നാണ്. 5 കന്യകമാർ വിവേകമുള്ളവരായിരുന്നു. വിവേകവും ബുദ്ധിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് ഈ തലമുറയ്ക്ക് വളരെയധികം ബുദ്ധി കൂടുതലാണ്. അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഭക്ഷണവും ഒക്കെ നോക്കിയാൽ ബുദ്ധി വർദ്ധിക്കുന്നു, വിവേകം കുറയുന്നു. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇന്ന് കുറഞ്ഞു വരുമ്പോൾ, നമ്മുടെ പഴയ തലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് വിവേകമുള്ളവരായി ലോകത്തിൽ ജീവിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് വിവേകമുള്ളവരായി ഈ ലോകത്തിൽ ശിഷ്ടമുള്ള സമയം നമുക്ക് ജീവിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മരണം 2 കാര്യങ്ങളാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഒന്ന്, ദിസ് ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. രണ്ടാമത്തേത്, നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ആളുകൾ, ആ വ്യക്തികൾ നമുക്ക് തരുന്ന ചില ദൂതുകളുണ്ട്. ഒരുപക്ഷെ ഈ മരണ സമയത്തോ അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷ സമയത്തോ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മകൾ ആ സമയത്ത് നമുക്ക് വരികയില്ല. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ വളരെ ഒരു മരവിച്ചിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് ഒത്തിരി ഓർമ്മകൾ നമ്മളിലേക്ക് കടന്നു വരും. ഈ പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓർക്കുക. എൻ്റെ ഓർമ്മകളല്ലായിരിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതായ ഓർമ്മകൾ.
സ്വന്തം മക്കളുടെ ലഭിക്കുന്നതായിട്ടുള്ള ഓർമ്മകൾ മക്കൾക്ക് തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ, അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള, നമ്മുടെ പിതാക്കന്മാരിൽ ലഭിച്ചതായിട്ടുള്ള സ്നേഹം, സന്തോഷം, പ്രോത്സാഹനം, ഇതൊക്കെ ഓർക്കുവാനുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ നല്ല പുഞ്ചിരിയോടുകൂടെ ശാന്തതയോടുകൂടെ ജീവിതത്തെ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മളെല്ലാവരും മനുഷ്യരായിട്ടായി ലോകത്തിൽ ജനിക്കുന്നതെങ്കിലും മനുഷ്യരായിട്ടല്ല ജീവിക്കുന്നത്. എന്നാൽ ചിലരൊക്കെ ഉള്ളൂ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചു എന്നത് കൃതജ്ഞതയോടുകൂടെ നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓർമ്മകളാണല്ലോ മക്കൾക്കും അച്ഛമ്മയ്ക്കും അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. ഈ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. ഞാൻ കോട്ടയത്താണല്ലോ പ്രവർത്തിക്കുന്നത്. കോട്ടയത്ത് പല ഭവനങ്ങളിലും ഓർമ്മ പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട്. 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ അവിടേക്ക് ഈ ഓർമ്മ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത് വെറും ഒരു റിച്വലായി, വെറും ഒരു ആചാരമായി മാറുന്നുണ്ട്. എന്നാൽ നമ്മുടെ മരിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കമുണ്ടാകണം. പ്രിയപ്പെട്ട ചുഞ്ചാൻ്റെ ഈ ലോക ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ചതായിട്ടുള്ള സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും വാത്സല്യത്തിനും ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ദൈവകരങ്ങളിൽ ദേവക്ഷമയെയും മക്കളെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കെല്ലാം ആകുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നവർ ഞങ്ങളിൽ നിന്ന് മരണം വഴിയായി ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്. എന്നാൽ നിരാശയിൽ അകപ്പെടാതിരിക്കാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തലമുറയായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും ധന്യരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സന്ദർഭത്തിൽ വേദനയിലിരിക്കുന്ന അച്ഛനയ്ക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ഇമ്പകരമായ ശബ്ദം ശ്രവിപ്പാൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു നാൾ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ എത്തേണ്ടവരാകുന്ന ബോധത്തോടുകൂടെ ജീവിപ്പാൻ സഹായിക്കണമേ. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തെ ഞങ്ങൾ ഗൗരവമായി കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട ദാസന്റെ ഈ ലോക ജീവിതത്തിനായി നിന്നെ സ്തുതിക്കുന്നു. സമൂഹത്തിൽ, ഇടവകയിൽ, കുടുംബ ബന്ധങ്ങളിൽ, കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഭയ്ക്ക് ഒക്കെ ലഭിച്ചതായ വലിയ പ്രോത്സാഹനത്തിനായി, നേതൃത്വത്തിനായി നിന്നെ സ്തുതിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം ധന്യതരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ വാഴ്ത്തി